നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗംഗയുടെ ടവർ ലൊക്കേഷൻ നോക്കാൻ ഞാൻ പോലീസ് സാറിനോട് പറഞ്ഞതാ. അപ്പോ അദ്ദേഹം എനിക്കെതിരെ തിരിഞ്ഞു. ഏതായാലും ചെയ്തു കൂട്ടിയ വീരകൃത്യത്തിനുള്ള സാധനം വന്നിട്ടുണ്ട്. തന്റെ സസ്പെൻഷൻ ഓർഡർ. സർ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം സർ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും മേടിച്ചോണ്ട് തനിക്ക് പോവാ. എങ്കിൽ ശരി മഹി, ഗംഗയ്ക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കും. താങ്ക് യു സോ മച്ച് സർ. മഹിയേട്ടാ, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ എല്ലാവരും ഏട്ടത്തിയുടെ വിവരം അറിയാതെ ടെൻഷനിലായിരിക്കുമല്ലോ. ശരി, നീ ചെല്ല്. പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരാം. ധൃതിയൊന്നും വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ശരി മഹിയേട്ടാ. മോളെ, ആ രാഹുലിനെ ഒന്ന് വിളിച്ചു നോക്കിയേ. റിംഗ് ഉണ്ട്, കോൾ എടുക്കുന്നില്ല. രാഹുൽ വന്നില്ല. ശ്രേയയുടെ കോൾ ഞാൻ കണ്ടു. ഇവിടെ എത്തിയതുകൊണ്ട് എടുക്കാത്ത. ഗംഗയുടെ കാര്യം എന്തായി മോനെ? ബാഡ് ന്യൂസ് ആണ് അമ്മേ. ഗംഗ രക്ഷപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു? ഒരു മനുഷ്യനും ആ തണുപ്പിനെ അതിജീവിക്കാൻ സാധിക്കില്ല എന്നാ എല്ലാവരും പറയുന്നേ. പക്ഷേ ഗംഗ അത് അതിജീവിച്ചു. എന്തൊരു ആയുസാണോ അവൾക്ക്. വെട്ടിയിട്ടാ മുറി കൂടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇവക്കൊന്നും ഇനി മരണമില്ലേ? അയ്യോ, എന്തൊരു ജന്മോ ഇത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.